മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസുമായിട്ട് നമ്മുടെ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, നമുക്ക് ആദ്യമായിട്ട് എന്തായാലും യു എസ് മാർക്കറ്റിലോട്ട് തന്നെ ഒന്ന് പോയത്. അതായത് യു എസ് മാർക്കറ്റ് ഇന്നലെ ട്രംപിൻ്റെ ആ ഒരു താരിഫ് പ്രഖ്യാപനങ്ങൾക്ക് മുമ്പ് ആയിരുന്നു ക്ലോസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് എടുക്കാൻ മാർക്കറ്റിന് സാധിച്ചിരുന്നു. എന്നാലും ഇപ്പോൾ ഫ്യൂച്ചേഴ്സിൽ ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്കൊരു ഇടിവും കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലത്തെ മാർക്കറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഡൗ ജോൺസ് 0.56% ഒരു നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. S&P 500 0.67% ഒരു നേട്ടവുമാണ് രേഖപ്പെടുത്തിയത്. നാസ്ഡാക്കിൽ 0.87% ഒരു മുന്നേറ്റവും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും ട്രംപ് ഇന്നലെ താരിഫിൻ്റെ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇനി അമേരിക്കൻ മാർക്കറ്റിൽ സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? വിഷ്ണു, കഴിഞ്ഞ 4-5 സെഷൻസിൽ ഇതേ ഫോറത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചത് അമേരിക്കൻ വിപണിയിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ പോലും എസ്പെഷ്യലി ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിലെ ട്രെൻഡ് റിവേഴ്സലിന് ഒരു ഹൈ പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ടെന്ന്. സോ ഇപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ റെസിസ്റ്റൻസ് 42,500 പോയിന്റ്. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 42,900 പോയിന്റ്. ഈ രണ്ട് റെസിസ്റ്റൻസ് ലെവൽ ഡൗ ജോൺസ് ഇൻഡെക്സിനെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു മുന്നേറ്റം തന്നെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ വീണ്ടും ഇന്നലെ നമുക്ക് ഷോർട്ട് കവറിംഗ് കാണാൻ സാധിച്ചു. മൂന്നാമത്തെ തുടർച്ചയായിട്ടുള്ള ഒരു സെഷനിലായിരുന്നു ഈ ഷോർട്ട് കവറിംഗ് നടന്നിരിക്കുന്നത്. ബട്ട് ഇതിൽ എനിക്ക് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ എടുത്തു പറയാനുള്ളത് ഇന്നലെ ടെസ്ലയുടെ കേസിലുള്ള മൂവ്മെന്റ് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. ടെസ്ല ഇന്നലെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5.5% നേട്ടമായിരുന്നു നൽകിയത്. ടെസ്ലയ്ക്ക് വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് $305 ലെവലിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ടെസ്ലയുടെ കേസിൽ ചുരുങ്ങിയത് ഒരു $50 മുതൽ $70 നേട്ടം നമുക്ക് കാണാൻ സാധിക്കും. കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് വരുമ്പോൾ എന്തായാലും ഒരു ട്രംപിൻ്റെ പ്രഖ്യാപനത്തിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു വീഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബ്രെൻഡ് ക്രൂഡ് നോക്കുമ്പോൾ 2.24% ഒരു ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. ക്രൂഡിലും നമുക്കൊരു 2.3% ഒരു ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. ക്രൂഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നമ്മൾ ഓൾറെഡി ക്രൂഡ് ഓയിൽ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന കഴിഞ്ഞ ഒരു മാസത്തിനിടെ വലിയൊരു റിക്കവറി ആ ക്രൂഡിൽ നടന്നിരിക്കുന്ന ഏകദേശം ഒരു $65 ലെവലിൽ നിന്നും ഇന്നലത്തെ വ്യാപാരം നോക്കുമ്പോഴേക്കും $72 ലെവൽ വരെ ക്രൂഡ് എത്തിയിരുന്നു. 72 മുതൽ 73 ഇസ് എ വെരി മേജർ റെസിസ്റ്റൻസ്. അപ്പൊ ഇന്നലെ ആ 72ന്റെ റെസിസ്റ്റൻസ് എത്തിയപ്പോഴേക്കും നമ്മൾ നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടിരുന്നു. ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ $69 ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ആ ഒരു സപ്പോർട്ട് നിലനിൽക്കും. ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്തായിരിക്കും നമുക്കൊരു ലോ റിസ്കിൽ ഒരു ബൈയിങ് അവസരം ക്രൂഡിൽ ലഭിക്കാൻ പോകുന്നത്. ഗോൾഡിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 0.3% ഒരു ഇടിവിലാണ് ഇപ്പോൾ ഗോൾഡ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 3152 എന്നുള്ളൊരു ലെവലിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഗോൾഡിൽ ക്ഷമിക്കണം സാർ, ഇപ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. 0.4% ഒരു ഇടിവാണ് കാണുന്നത്. ഗോൾഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്വർണത്തിന്റെ കേസിൽ സ്വർണം ലോങ് ടേം ഓൾ ടൈം ഹൈ ലെവലിൽ ഇപ്പോഴും ട്രേഡിംഗ് നടത്തി വരുന്നത്. നമുക്ക് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ സപ്പോർട്ടായിട്ട് $3,100 ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷോർട്ട് ടേമിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാകും. ബട്ട് ലോങ് ടേം നോക്കിക്കഴിഞ്ഞാൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് പ്രോബ്ലം ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കുന്നത് റിസ്കി ആയിരിക്കും. ആഭ്യന്തര മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇന്നലെ ഒരു നേട്ടത്തിലുള്ള ക്ലോസിങ്ങിലായിരുന്നു പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊക്കെ എന്തായാലും ട്രേഡിംഗ് കാഴ്ചവെച്ചത്. അതിൽ നിഫ്റ്റി 50 നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 23,332 എന്നൊരു ലെവലിലായിരുന്നു ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. 166 പോയിൻറ്റിൻ്റെ ഒരു നേട്ടം, അതായത് 0.72% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. ഇന്നലത്തെ ഒരു ഇൻട്രാഡേ ഹൈ രേഖപ്പെടുത്തിയിരിക്കുന്നത് 23,350 എന്നുള്ളൊരു ലെവലുമാണ്. നിഫ്റ്റി 50യിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50ൽ ആ ഒരു ബുള്ളിഷ് സെറ്റപ്പ് തുടരുന്നുണ്ട്. ലോങ് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് 2 ലെവൽസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആദ്യത്തെ 23,370 പോയിന്റ്, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 23,615. 23,615ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 400 പോയിന്റിന്റെ കുതിപ്പ് നമുക്ക് നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കും. 24,100 പോയിന്റ് ആയിരിക്കും അവിടെ കാണാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നിഫ്റ്റി 50യുടെ ലോങ് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറും.
അതിനുശേഷം നമുക്ക് വലിയ നേട്ടം തന്നെ നിഫ്റ്റി 50-ൽ എക്സ്പെക്ട് ചെയ്യാം. അടുത്തൊരു സെക്ടർ ഇൻഡെക്സ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ബാങ്ക് നിഫ്റ്റി ഇന്നലെ ഒരു മികച്ചൊരു മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നു. 1% മുകളിലേക്കുള്ള ഒരു മുന്നേറ്റത്തിലാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ഒരു ക്ലോസിംഗ് ഉണ്ടായത്. 520 പോയിൻറ്റിൻ്റെ നേട്ടം രേഖപ്പെടുത്തി 51,348 എന്നൊരു ലെവലിലാണ് ക്ലോസ് ചെയ്തത്. ഏതായാലും 51,400 എന്നൊരു ഇൻട്രാഡേ ഹൈയിൽ ഒരു ട്രേഡിംഗ് ടച്ച് ചെയ്യാനും ഇന്നലെ ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മേജർ റെസിസ്റ്റൻസ് ഇപ്പോൾ 51,650 പോയിന്റിലാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 52,100 അതിനുശേഷം 52,800 അതിനുശേഷം 53,200 കാണുന്നത്. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ താമസിക്കാതെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഈ 3 റെസിസ്റ്റൻസും ക്രോസ് ചെയ്യും. ഇതിൽ വീണ്ടും എനിക്ക് എടുത്തു പറയാനുള്ള ഒരു ബാങ്കിങ് മേഖലയിൽ ഒരു സ്റ്റോക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നല്ലൊരു ലോ റിസ്ക് ബൈയിങ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. SBIയുടെ കേസിൽ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു റെസിസ്റ്റൻസ് ആദ്യത്തെ 780, അതിനുശേഷം 795. 795ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അവിടെ നിന്നും നമുക്ക് വീണ്ടും ഓൾമോസ്റ്റ് ഒരു 25-30 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. സാർ, സ്റ്റോക്കിൻ ഫോക്കസിലോട്ട് വരുമ്പോൾ ആദ്യം ചോദിക്കാനുള്ളത് ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ളൊരു സ്റ്റോക്കിനെ പറ്റിയാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ പറ്റിയാണ്. ബാങ്കിനെ പറ്റി ഒരു ന്യൂസ് ഉള്ളത്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് മൊത്ത വായ്പകളിൽ ഏകദേശം 10% ഒരു വളർച്ച റിപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു ന്യൂസാണുള്ളത്. കൂടാതെ നിക്ഷേപങ്ങൾ 5.5% വേഗതയിൽ വളർന്നു എന്നുള്ളൊരു ന്യൂസും നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ നിലവിലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഇന്നലെ 0.08% ഒരു നേട്ടം ഈ ഒരു സ്റ്റോക്ക് നേരിയ നേട്ടമാണെങ്കിലും രേഖപ്പെടുത്തിയിരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ടത് ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. നമ്മൾ നിഫ്റ്റി ബാങ്കിനെ അപേക്ഷിച്ച് കഴിഞ്ഞ 3-4 മാസത്തെ പെർഫോമൻസ് നോക്കുമ്പോഴേക്കും നമുക്ക് അണ്ടർ പെർഫോമൻസ് മാത്രമേ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. ഈ ഒരു സ്റ്റേജിൽ ഞാൻ ശ്രദ്ധിക്കുന്നത് സ്മോൾ ക്യാപ് ബാങ്കിങ് ഓഹരിയിലല്ല. നമ്മുടെ ഫോക്കസ് മുഴുവൻ ആക്സിസ് ബാങ്കിൽ നല്ല സെറ്റപ്പ് ഉണ്ട്, അതുപോലെ തന്നെ HDFC ബാങ്കിൽ നല്ല സെറ്റപ്പ് ഉണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സോ ഇത്തരം ബിഗർ ബാങ്ക് ദാറ്റ് ഈസ് ലാർജ് ക്യാപ് ബാങ്കിങ് ഓഹരിയിലായിരിക്കണം അറ്റ് ദ മൊമെന്റ് നമ്മൾ ഫോക്കസ് മുഴുവൻ കൊടുക്കേണ്ടത്. സാർ, അടുത്ത ഒരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് കിർലോസ്കർ ഓയിൽ ആൻഡ് എഞ്ചിൻ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ 0.62% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ 729 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ നമുക്കൊരു ന്യൂസ് ലഭ്യമായിരിക്കുന്നത് 6 മെഗാവാട്ട് ശേഷിയുള്ള ഒരു മീഡിയം സ്പീഡ് മറൈൻ ഡീസൽ എഞ്ചിൻ്റെ ഒരു രൂപകൽപ്പനയ്ക്കും വികസനത്തിനുമായി ഇന്ത്യൻ നാവികസേനയിൽ നിന്നും 270 കോടി രൂപയുടെ ഒരു കരാർ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയും ലഭ്യമായിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കിർലോസ്കർ ഓയിൽ എഞ്ചിൻ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. അൺഫോർച്ചുനേറ്റ്ലി ഈ സ്റ്റോക്കിൽ നിലവിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. സോ വി ഹവ് ഗോട്ട് ടു വെയിറ്റ് ആൻഡ് വാച്ച്. ഈ സ്റ്റോക്കിന് അടുത്തൊരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്ന 560, അതിനുശേഷം 520 രൂപയിലുമാണ് കാണുന്നത്. സർ, അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് GPT ഇൻഫ്രാ പ്രോജക്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റോക്കിനെ പറ്റിയാണ്. സ്റ്റോക്ക് ഇന്നലെ നോക്കുമ്പോൾ ഒരു 11% ഒരു നേട്ടം ഒരു സമയത്ത് രാവിലേക്ക് രേഖപ്പെടുത്തിയായിരുന്നു ഇന്നലെ ട്രേഡ് ചെയ്തിരുന്നത്. ഏതായാലും ഈസ്റ്റേൺ സൗത്ത് റെയിൽവേയിൽ നിന്ന്, കൊൽക്കത്തയിൽ ഈസ്റ്റേൺ റെയിൽവേയിൽ നിന്ന് ചില ഓർഡറുകൾ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് ലഭ്യമായിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? GPT ഇൻഫ്രാ പ്രോജക്ട്സ് വീണ്ടും ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കായിട്ട് വിലയിരുത്തുന്നത്. ഇതിന്റെ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷുമായി മാറിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 145 രൂപയില, അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 160 രൂപയാണ്. സർ, മറ്റൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ഏഷ്യൻ പെയിൻറ്റിനെ പറ്റിയാണ്. ഏഷ്യൻ പെയിൻറ്റിനെ പറ്റി നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് എങ്ങനെയാണ് താങ്കൾ ഇനി ഒരു ഫ്യൂച്ചറിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ സാധ്യതകളെ പറ്റി വിലയിരുത്തുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് ഒന്ന് വിശദീകരിക്കാമോ? ഏഷ്യൻ പെയിൻറ്റ്സ് അണ്ടർ പെർഫോമൻസ് ആ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ഇത് അതിൻ്റെ ഒരു ലോവസ്റ്റ് ലെവൽ കഴിഞ്ഞ 22 ആഴ്ചകളിൽ നമ്മൾ കണ്ടിരിക്കുന്ന ലോവസ്റ്റ് ലെവൽ ഏകദേശം ഒരു 2150 രൂപയ്ക്ക് അടുത്തായിരുന്നു. അതിനുശേഷം ഒരു നേരിയൊരു കൺസോൾട്ടേഷൻ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ നടന്നു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. തൽക്കാലം ഈ സ്റ്റോക്കിലെ ലോങ് പൊസിഷൻസ് എടുക്കാതെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി.
അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് അദാനി എനർജി സൊല്യൂഷനെ പറ്റിയാണ്. സ്റ്റോക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അദാനി എനർജി സൊല്യൂഷൻസിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഈ ഒരു സ്റ്റോക്കിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലെ ഒരു 0.18% ഒരു നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. സ്റ്റോക്കിൻ്റെ ഒരു വീക്കിലി ട്രേഡിംഗ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വീക്കുകളായി ഒരു നേട്ടം രേഖപ്പെടുത്തിയുള്ള ഒരു ക്ലോസിംഗ് ആണ് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഏത് അഡാനി ഗ്രൂപ്പ് സ്റ്റോക്ക് എടുക്കുകയാണെങ്കിലും നമ്മൾ ഒത്തിരി വോളറ്റിലിറ്റിക്ക് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ബട്ട് നമ്മൾ അഡാനി സ്റ്റോക്ക് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ മാസത്തിലായിരുന്നു ഇതിൻ്റെ ഒരു മേജർ ബോട്ടം ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. മാർച്ച് മാസത്തിന് ശേഷം ഇത് ഗ്രാജുവൽ ആയിട്ട് ഒരു നല്ല റിക്കവറി നടത്തിയിട്ടുണ്ട്. ബട്ട് നിഫ്റ്റി 50 അപേക്ഷിച്ച് ഒരു നേരിയ അണ്ടർ പെർഫോമൻസും കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി അഡാനി എനർജി സൊല്യൂഷന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ നല്ല പോസിബിലിറ്റി കാണുന്നുണ്ട്. നമ്മൾ വരും സെഷൻസിൽ 2 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 890, രണ്ടാമത്തെ 920 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ഈ 2 റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേമിൽ തന്നെ നമുക്ക് വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് KE ഇൻഡസ്ട്രീസ് ആണ്. KE ഇൻഡസ്ട്രീസ് നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ 1.78% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ട്രേഡിംഗ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 2879 എന്നുള്ളതാണ് ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് കാണുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, KEI ഇൻഡസ്ട്രി വീണ്ടും ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സ്റ്റോക്കിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിലും ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. സാർ, അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് പോളിക്യാബാണ്. പോളിക്യാബിനെ പറ്റി താങ്കൾക്കൊന്ന് ടെക്നിക്കലായിട്ട് പറയാമോ? എങ്ങനെയാണ്, ഏതൊക്കെയാണ് വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകളെന്ന്? പോളിക്യാബിന്റെ കേസിലും അതിനൊരു മിഡ് ക്യാപ് സ്റ്റോക്ക് ആയിട്ട് വിലയിരുത്തുന്നത്. കാര്യമായിട്ടൊരു ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിലും കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും നമുക്ക് ഈ ഒരു ഫെബ്രുവരി മാസത്തിന് ശേഷം ഗ്രാജുവൽ ആയിട്ട് ഈ ഒരു സ്റ്റോക്കിലും നമുക്കൊരു നേരിയ റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ഇമ്മീഡിയറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് 5470 രൂപയിൽ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 6000-ലും അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 6700 രൂപയിലും കാണുന്നത്. അടുത്തൊരു സ്റ്റോക്ക് എക്സൈഡ് ഇൻഡസ്ട്രീസ് ആണ്. നമ്മൾ ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഇന്നലെ 1.8% ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു ക്ലോസിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. 371 എന്നുള്ള ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു കുറച്ച് മാസങ്ങളായി ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസ് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു. എന്നാൽ കഴിഞ്ഞൊരു മാസം നോക്കുമ്പോൾ ഒരു 3% നേട്ടം രേഖപ്പെടുത്തി ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ക്ലോസിംഗ് ഇപ്പോൾ നിൽക്കുന്നത്. ഏതായാലും ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? എക്സൈഡ് ഇൻഡസ്ട്രി നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ജൂൺ മാസത്തിൽ 620 രൂപയിലായിരുന്നു ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ നമുക്ക് ലഭിച്ചത്. അവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടിട്ട് മാർച്ച് മാസത്തിൽ ഇത് നമുക്കൊരു ബോട്ടം തന്നിരിക്കുക 330 രൂപയിലാണ്. അതായത് ഏകദേശം ഈ സ്റ്റോക്ക് 50% ഒരു കറക്ഷനാണ് നടത്തിയിരിക്കുന്നത്. അതിനുശേഷം ഗ്രാജുവലായിട്ട് നമുക്ക് ഇതിലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ഷോർട്ട് ടേമിൽ ഇതിൻ്റെ ട്രെൻഡ് റിവേഴ്സൽ നടക്കും. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ 365 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പിന്നീടുള്ള റെസിസ്റ്റൻസ് 375. ഈ 2 റെസിസ്റ്റൻസ് ക്രോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ മേജർ റെസിസ്റ്റൻസ് 395-ലും 420-ലും ആയിരിക്കും. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 440-ലും. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് അപ്പോളോ പൈപ്സ് ലിമിറ്റഡ് ആണ്. സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ ഒരു 0.5% നേട്ടം രേഖപ്പെടുത്തി 407 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീക്കിലി പെർഫോമൻസ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 2 വീക്കുകളായിട്ട് ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് ഇപ്പോൾ നടത്തുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അപ്പോളോ പൈപ്സ് ഇസ് അഗെയിൻ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് ഈ ഒരു കേസിലും നമുക്ക് മാർച്ച് മാസത്തിന് ശേഷം ഗ്രാജുവൽ ആയിട്ടൊരു റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിലും നമുക്ക് കാണാൻ സാധിച്ച ആ ഒരു നേട്ടത്തിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ നല്ല പോസിബിലിറ്റിയും കാണുന്നുണ്ട്. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 360 രൂപ. ഇത് ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത 2 റെസിസ്റ്റൻസ് 460, 480, 520.
അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് സുപ്രിയ ലൈഫ് സയൻസ് ആണ്. സുപ്രിയ ലൈഫ് സയൻസ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 7% ഒരു മുന്നേറ്റം ഇന്നലത്തെ ട്രേഡിങ്ങിൽ ഈ ഒരു സ്റ്റോക്ക് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു വീക്കിലി പെർഫോമൻസ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 2 വീക്കുകളായിട്ട് ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞതിന് മുമ്പത്തെ ഒരു വീക്കിൽ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 21% വലിയൊരു ബൈങ്ങും ഈ ഒരു സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സുപ്രിയ ലൈഫ് സയൻസസിന്റെ നിലവിലുള്ള ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇൻഫാക്ട് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ വീണ്ടും ഈ സ്റ്റോക്കിൽ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചത്. ഈ സ്റ്റോക്ക് താമസിക്കാതെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ നമുക്ക് നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഇതിന്റെ നിലവിലുള്ള ഓൾ ടൈം ഹൈ എനിക്ക് കാണാൻ സാധിക്കുന്നത് 835 രൂപയിൽ. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് കൈനസ് ടെക്നോളജീസ് ആണ്. ഇന്നലെ ഒരു 5% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ 5036 എന്നുള്ള ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു മന്ത്ലി നമ്മളിതിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒരു മന്തിൽ ഒരു പോസിറ്റീവ് ഏകദേശം 14% ഒരു റിട്ടേൺ നൽകിയാണ് ഒരു ക്ലോസിംഗ് എടുത്തിരിക്കുന്നത്. അതിന് മുമ്പുള്ള 2 മാസങ്ങൾ അതായത് ജനുവരി മാസത്തിലേക്ക് വലിയ ഒരു ഫോൾ രേഖപ്പെടുത്തിയ ഒരു സ്റ്റോക്കാണ്. ഏതായാലും കഴിഞ്ഞ മാസം ഒരു നേട്ടം രേഖപ്പെടുത്തി ക്ലോസ് രേഖപ്പെടുത്താൻ ഈ ഒരു സ്റ്റോക്കിൽ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കൈനസ് ടെക്നോളജിയുടെ നിലവിലുള്ള ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ ഒരു ലോങ് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 5400 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ബട്ട് എൻ്റെ ഇടയ്ക്ക് ഒരു ടെക്നോളജി സ്റ്റോക്കിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് എൻ്റെ ശ്രദ്ധ മുഴുവൻ വന്നിരിക്കുന്നത് ഇറ്റ് ഈസ് അഗെയിൻ ഇൻ ദ കേസ് ഓഫ് ദ ലാർജ് ക്യാപ് സ്റ്റോക്ക്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന 3 സ്റ്റോക്സ്. ആദ്യത്തെ ടാറ്റ കൺസൾട്ടൻസി. ടാറ്റ കൺസൾട്ടൻസിയുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 3590 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 3720, 3800. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അവിടെ നിന്ന് ഒരു 200 രൂപയുടെ നേട്ടമെങ്കിലും ഞാൻ എക്സ്പെക്ട് ചെയ്യും. HCL ടെക്നോളജി കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടിരുന്നു. ബട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് 1500 രൂപയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആദ്യത്തെ 1550, 1660. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 1770. ബട്ട് നമ്മൾ കൊഫോജിന്റെ കേസ് എടുക്കുമ്പോഴേക്കും കൊഫോജിന്റെ കേസിൽ ഓൾറെഡി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് നമുക്ക് ലോ റിസ്ക് എൻട്രി ലഭ്യമാകും. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 7840 രൂപ. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് NBCC ആണ്. നിലവിൽ 1.5% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 82 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് നമുക്ക് ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു വീക്കിലി ട്രേഡിംഗ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വീക്കിലായിട്ട് ഒരു സൈഡ് വൈസ് രീതിയിലാണ് മാർക്കറ്റ് ഇപ്പോൾ മൂവ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? NBCC is a small cap stock and നിലവിൽ ഇതിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 88 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സർ, അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ഇനോക്സിനെ കുറിച്ചാണ്. ഇനോക്സ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് അതായത് 159 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2% ഒരു നേട്ടം ഈ ഒരു സ്റ്റോക്ക് ഇന്നലത്തെ ട്രേഡിങ്ങിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ഇനോക്സ് വിൻഡ് എനർജി വീണ്ടും ഇറ്റ് ഈസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് അതൊരു കൺസോൾട്ടേഷൻ മോഡിലോട്ട് പോയിട്ടുണ്ട്. ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ലോങ് ടേം ട്രെൻഡ് ബെയറിഷുമായി തുടരുന്നു. സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് ആദ്യത്തെ 180, അതിനുശേഷം 205. 205ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം നമുക്ക് ലോങ് ടേം ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ആണ്. നിലവിൽ ഇന്നലെ നോക്കുമ്പോൾ ഒരു 5% ഒരു നേട്ടത്തിൽ 2146 എന്നുള്ളൊരു നിലയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവായ ന്യൂസും ഇന്നലെ ലഭ്യമായിരുന്നു. ഏകദേശം 2000 കോടി രൂപയുടെ ഒരു ലക്ഷറി പ്രോജക്റ്റ് നോയിഡയിൽ കമ്പനി ലോഞ്ച് ചെയ്തു എന്നുള്ള തരത്തിലുള്ള ഈ ഒരു സ്റ്റോക്കിനെ പറ്റി, അതായത് ഈ റിയൽറ്റി സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു ഒരു ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അടുത്ത കാലത്തായിരുന്നു ഈ സ്റ്റോക്കിൽ ഞാൻ ലോങ് പൊസിഷൻ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ സ്റ്റോക്കിലെ നിലവിലുള്ള ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഇതിലൊരു ട്രെൻഡ് റിവേഴ്സലിനൊരു സാധ്യത എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സലിന് ഈ 2180 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്.
അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 2300, 2450, ബട്ട് ഏറ്റവും മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 2700 രൂപയിലാണ്. 2700 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു അപ്സൈഡ് മൂവ്മെന്റ് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് കല്യാൺ ജുവലേഴ്സ് ആണ്. കല്യാൺ ജുവലേഴ്സ് നോക്കുമ്പോൾ ഇന്നലെ വലിയൊരു ബൈയിങ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 11% ഒരു നേട്ടമാണ് സ്റ്റോക്ക് ഇന്നലെ രേഖപ്പെടുത്തിയത്. നിലവിൽ 511 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആണ് കാണുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കല്യാൺ ജുവലേഴ്സ് നമുക്ക് ജനുവരി മാസത്തിന് ശേഷം വലിയൊരു സെല്ലിംഗ് ആയിരുന്നു കാഴ്ചവെച്ചത്. ബട്ട് അതിനുശേഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റിയും പിന്നീട് ഒരു കൺസോളിഡേഷനും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലത്തെ ഒരു വലിയ അപ്വേർഡ് മൂവ്മെന്റിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 450 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് 630 രൂപയിലായിരിക്കും. അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് BLS എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിനെ പറ്റിയാണ്. BLS നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 2% ഒരു നേട്ടമാണ് ഇന്നലെ ഈ ഒരു സ്റ്റോക്ക് ഒരു ട്രേഡിങ്ങിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൻ്റെ നിലവിലത്തെ ലാസ്റ്റ് ട്രേഡ് പ്രൈസ് 400 എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു മന്ത്ലി പെർഫോമൻസ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു മാസം 17% ഒരു നേട്ടം നൽകി ഒരു ക്ലോസിംഗ് ആണ് സ്റ്റോക്ക് നടത്തിയിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? BLS International is a small cap stock. ബട്ട് മാർച്ച് മാസത്തിന് ശേഷം ഒത്തിരി നേട്ടം നൽകിയിരിക്കുന്ന ഒരു സ്റ്റോക്ക് BLS ഇന്റർനാഷണൽ. ഇതിൻ്റെ ഫൈനാൻഷ്യൽസിനെ കുറിച്ച് എനിക്ക് ഒന്നും തന്നെ അറിഞ്ഞുകൂടാ. ബട്ട് ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ 415 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. കാര്യം ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 440, 460, 480. സർ, അവസാനമായ ഒരു സ്റ്റോക്ക് കൂടി ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. ജിയോ ഫൈനാൻഷ്യൽ സർവീസിനെ പറ്റിയാണ് അറിയേണ്ടത്. സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ നിലവിൽ ഒരു 0.28% ഒരു ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നത്. ഏതായാലും സ്റ്റോക്ക് ഒരു മന്ത്ലി പെർഫോമൻസ് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഫോളൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞൊരു മാസമെങ്കിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ജിയോഫിൻ്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കാൻ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. 237 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 255, അതിനുശേഷം 280, 310. താങ്ക് യു സാർ, ഇത്രയും വിവരങ്ങൾ മാർക്കറ്റ് പ്ലസ് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചതിന്.